നമസ്കാരം, ഞാൻ അനൂപ്. ലൈഫ് സൈക്കിൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു യോദ്ധാവിൻ്റെ കൂടെയാണ്. ഇന്ത്യൻ ഇരുചക്ര വിപണിയിൽ അഡ്വഞ്ചർ ടൂറർ എന്ന സെഗ്മെന്റിലേക്ക് വഴിവെട്ടിയ ഒരാൾ, ഹീറോ ഇമ്പൾസ്. 2011 ഹീറോ അയച്ചുവിട്ടൊരു പടക്കുതിര, ഇന്ത്യയിലെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറർ മോട്ടോർ സൈക്കിൾ. അവതരിപ്പിച്ച സമയത്തെ അധിക വിൽപ്പന മാത്രമാണ് ഹീറോയ്ക്ക് ഇമ്പൾസിലൂടെ നേടാനായത്. അതിനുശേഷം വിൽപ്പന കുറഞ്ഞു വന്നു. BS4 എമിഷൻ നോംസിന്റെ അവതരണത്തോടു കൂടി ഹീറോ ഇമ്പൾസിനെ നിരത്തുകളിൽ നിന്നും പിൻവലിക്കുകയായിരുന്നു. നമുക്കിന്ന് ഹീറോ ഇമ്പൾസിന്റെ വിശേഷങ്ങൾ ചുറ്റിക്കാണാം. ഒരു മോട്ടോർ ക്രോസ് ബൈക്കിന്റെ രൂപമാണ് ഹീറോ ഇമ്പൾസിന് നൽകിയെന്ന് ഒറ്റനോട്ടത്തിൽ നമുക്ക് മനസ്സിലാകും. cc എയർ കൂൾഡ് എഞ്ചിനിൽ 13 HP പവറും 13.4 Nm ടോർക്കുമായിട്ടാണ് ഹീറോ ഇമ്പൾസിനെ അവതരിപ്പിച്ചത്. ഇത് കുറച്ച് അണ്ടർ പവേർഡ് ആണ് എന്ന് പിന്നീട് ആക്ഷേപവും ഉയർന്നു വന്നു. ഹീറോ എക്സ്ട്രീം, ഹീറോ ഹങ്ക് തുടങ്ങിയവയിൽ ഉപയോഗിച്ചിരുന്ന അതേ എഞ്ചിനായിട്ടാണ് ഇമ്പൾസ് പുറത്തു വന്നിരുന്നത്. ഹീറോ ഹോണ്ട ടൈപ്പ് പിരിഞ്ഞതിന് ശേഷം ഹീറോ ആദ്യമായി പുറത്തിറക്കിയ മോഡലും ഇമ്പൾസ് തന്നെയായിരുന്നു. ഡിസ്ക് ബ്രേക്കും പുറകിൽ ഡ്രം ബ്രേക്കുമാണ് ഹീറോ ഇമ്പൾസിന് നൽകിയിരുന്നത്. mm സീറ്റ് ഹൈറ്റുള്ള ഇമ്പൾസിന് 134 കിലോ ഭാരമാണ് ഉണ്ടായിരുന്നത്. 5 അടി 5 ഉള്ള ഒരു വ്യക്തിക്ക് നിഷ്പ്രയാസം ഹാൻഡിൽ ചെയ്യാവുന്ന ഉയരമായിരുന്നു ഈ വാഹനത്തിനുള്ളത്. 11.1 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി ഉള്ള ഇമ്പൾസിന് ഹീറോ വാഗ്ദാനം ചെയ്തിരുന്ന മൈലേജ് 60 km/ലിറ്റർ ആണ്. ഡെയിലി യൂസിൽ 40-നും 50-നും ഇടയിൽ മൈലേജ് ലഭിക്കുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. 245 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഇമ്പൾസ് ഏത് ദുർഘടം പിടിച്ച പാതയിലും വളരെ ബുദ്ധിമുട്ട് ഇല്ലാതെ തന്നെ കയറി പോകുമായിരുന്നു. ട്യൂബുലാർ ഡയമണ്ട് ഫ്രെയിം ചേസിസിലാണ് ഇമ്പൾസ് ഹീറോ നിർമ്മിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഉയർന്ന വേഗതയിൽ പോലും വൈബ്രേഷൻ തീരെ കുറവായിരുന്നു. ഓഫ് റോഡ് ക്യാപ്പബിലിറ്റീസുമായിട്ടാണ് ഹീറോ ഇമ്പൾസ് നിരത്തുകളിലെത്തിയത്. അതിലൊരു പ്രധാന സവിശേഷത തന്നെയായിരുന്നു ഈ ഫ്രണ്ട് ഫോർക്കിന്റെ ഇത്രയുമുള്ള ട്രാവല്. ഏത് ദുർഘടമായ ഗട്ടറിലോ കുഴികളിൽ ചാടിയാൽ പോലും ഈ സസ്പെൻഷൻ താങ്ങുമായിരുന്നു. പിന്നെ ഇമ്പൾസിന്റെ മഡ് ഗാർഡ് മുകളിലേക്ക് ഉയർത്തി ഹെഡ്ലൈനോട് ചേർത്താണ് വെച്ചിരുന്നത്. ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയും നല്ല രീതിയിൽ തന്നെയാണ് ഹീറോ നൽകിയിരുന്നത്. ഈ ഉയർന്നു നിൽക്കുന്ന സൈലൻസറും ഇന്ത്യയിൽ ഒരു പുതുമയുള്ള കാഴ്ച തന്നെയായിരുന്നു. അത്യാവശ്യം ടൂറിനൊക്കെ പോകുമ്പോൾ ഒരുപാട് ലഗേജുകൾ വെക്കാവുന്ന രീതിയിലാണ് ഇതിന്റെ ഗ്രാബ് റെയിലിന്റെ ഡിസൈൻ. നല്ല വീതിയും നീളവുമുള്ള ഗ്രാബ് റെയിലാണ് ഇമ്പൾസിനുണ്ടായിരുന്നത്. ഒരു വലിയ ലഗേജ് തന്നെ ഇതിൽ കെട്ടിവെച്ച് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. ടാങ്കിലേക്ക് കയറി നിൽക്കുന്ന സീറ്റാണ് ഹീറോ ഇമ്പൾസിന് നൽകിയിരുന്നത് കേട്ടോ. ഇത് ഓഫ് റോഡിങ്ങിൽ പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് ഒരു സേഫ്റ്റി തന്നെയായിരുന്നു. പിന്നെ ഇതിന്റെ ടാങ്കിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ടാങ്ക് ഒരു ചെറിയ ഭാഗം മാത്രമാണ് കാണാൻ പറ്റുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 11.1 ലിറ്റർ കപ്പാസിറ്റി ഉണ്ടെന്ന് തോന്നില്ല. അതുപോലെയാണ് എല്ലാ ഓഫ് റോഡ് ബൈക്കിനെ, ഒരു മോട്ടോക്രോസ് ബൈക്കിനെ അനുസ്മരിക്കുന്ന രീതിയിലാണ് ഹീറോ ഇമ്പൾസിനെ ഡിസൈൻ ചെയ്തിരുന്നത്. മാർക്കറ്റിൽ ഇമ്പൾസിന് ഇപ്പോൾ വലിയ ഡിമാൻഡാണുള്ളത്. ഇമ്പൾസ് അവതരിപ്പിച്ച സമയത്ത് 72,000 രൂപയോളമാണ് വില എങ്കിൽ ഇപ്പോൾ യൂസ്ഡ് മാർക്കറ്റിൽ 78,000-ന് മുകളിലാണ് ഇമ്പൾസിന് ആവശ്യപ്പെടുന്ന വില. ഇമ്പൾസിന്റെ വിശേഷങ്ങൾ ഇനിയും കൊണ്ട് പറയാൻ. ഇന്ത്യൻ ഇരുചക്ര വാഹന വിപണിയിൽ ഒരു പുതിയ സെഗ്മെന്റിന് തുടക്കം കുറിച്ച ഇമ്പൾസ് അന്ന് പരാജയപ്പെട്ടുവെങ്കിലും പിന്നീട് വന്നവർക്ക് ഒരു പുതിയ വഴി വെട്ടിക്കൊടുക്കുകയായിരുന്നു. ഇന്ത്യൻ ഇരുചക്ര വാഹന ആരാധകർക്കുള്ളിൽ ഓഫ് റോഡിംഗ് എന്ന കൺസെപ്റ്റ് തൊട്ടുണർത്തിയ ഇമ്പൾസിന്റെ വിശേഷങ്ങൾ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോയിലൂടെ കാണുന്നതുവരെ ഇവിടെ പറയാം. താങ്ക് യു.